ഹലോ അസ്സാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നൊരു കുഞ്ഞു വ്ളോഗാണ്, ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ് കേട്ടോ. ഒരു ഉച്ച വരെയുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ മോന് മദ്രസിലൊക്കെ പോയതിന് ശേഷമാണ് പിന്നെ കിച്ചണിലേക്ക് വന്നത്. ആദ്യം തന്നെ ചായ ഉണ്ടാക്കി അത് ഫ്ലാസ്കിലേക്ക് ഒഴിച്ചു വെച്ചു കേട്ടോ. ഉപ്പക്ക് മാത്രം മതി ചായ. പിന്നെ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇന്നലെ ഞാൻ ദോശക്ക് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനങ്ങനെ ദോശക്കൊന്നും അടിക്കാറില്ല, ഉമ്മ തന്നെയാണ് എല്ലാം അതിൻ്റെ ബാറ്റർ ഉണ്ടാക്കൽ. ഇതിൻ്റെ സെക്കൻഡ് ടൈമാണ്, പക്ഷേ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് തേങ്ങ ചമ്മന്തിനെക്കാട്ടി ഇഷ്ടം തക്കാളി ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് ഞാൻ ഒരു ഉള്ളി എടുക്കുന്നുണ്ട്, അതുപോലെ 3 തക്കാളി, പിന്നെ കുറച്ച് വെളുത്തുള്ളി, 2 പച്ചമുളക്. ഇത് നമ്മുടെ എണ്ണയിലിട്ട് വെളിച്ചെണ്ണയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഉള്ളിയും വെളുത്തുള്ളിയും വഴറ്റിയെടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷമാണ് തക്കാളി ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ മുളക് പൊടി ഒരു നുള്ള്, അങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. എന്നിട്ടാണ് നമ്മൾ ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കിയെടുക്കുക. അപ്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഒരു നുള്ളും മതി, കാരണം നമ്മൾ മുളക് ഇടുന്നുണ്ട്, അപ്പോൾ അധികം എരിവ് ആവേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇത് മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. അതിനിടയിൽ മോള് എണീച്ചിട്ടുണ്ടായിരുന്നു. അവളെ പോയി കുളിപ്പിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കണം, കാരണം ഇന്ന് സ്കൂളുള്ളതാണ്. ഈ തക്കാളിയുടെ മിക്സ് നന്നായിട്ട് വെന്തതിന് ശേഷം നന്നായിട്ട് ചൂടാറണം. എന്നിട്ട് വേണം ഇത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാൻ. പിന്നെ ഇത് നേരത്തെ വഴറ്റിയെടുത്ത ചീനച്ചട്ടിയിൽ തന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് നമ്മുടെ കറിവേപ്പിലിട്ട് ഒന്ന് തൂമിച്ചാണ്ട് ഈ ഒരു ചട്നിയുടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ ഉഴുന്ന് ദോശക്കൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്ന് സ്കൂളിൽ ഞാൻ ലഞ്ചിനായിട്ട് മക്കൾക്ക് നെയ്ച്ചോറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ആകെ ഈ ഒരു ക്ലാസ്സിന് തന്നെ ഉണ്ടാക്കുന്നുള്ളൂ, അവർക്ക് മാത്രം മതി എന്ന് വിചാരിച്ചിട്ട്. ഉച്ചയ്ക്ക് ലഞ്ചിന് നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഞാൻ കുക്കറിൽ ആദ്യം മിൽമ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 2 ഗ്രാമ്പു, ഒരു പട്ട, പിന്നെ അതുപോലെ 2 ഏലക്ക ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു പകുതി ഉള്ളി അരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം ഞാൻ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്താണ്ട് ആ അരി അപ്പം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് നമ്മുടെ നെയ്ച്ചോറിന് ഒരു വിസിലടിക്കുന്നവരെ വെക്കുക. ഇതൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എന്നാലും അറിയാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നെയ്ച്ചോറ് വെക്കാമല്ലോ. അപ്പോൾ സിമ്പിളായിട്ട് നമ്മുടെ നെയ്ച്ചോറ് റെഡിയാവും. ഒരു വിസിൽ അല്ലെങ്കിൽ 2 വിസിലിൻ്റെ ഉള്ളിൽ തന്നെ റെഡിയാവും കേട്ടോ. നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് മുട്ട പൊരിച്ചതും അതുപോലെ തൈരുമാണ് അന്ന് വെച്ച് കൊടുത്തത്. കാരണം ഉപ്പേരി ഒന്നും വെച്ച് കൊടുത്തിട്ട് മോന് പിന്നെയും കഴിക്കും, മോളൊരു സാധനം ഉപ്പേരിയൊന്നും കഴിക്കുന്നില്ല. പിന്നെ അപ്പം വിചാരിച്ചു വെറുതെ എന്നും കൊടുക്കും, അപ്പോൾ അത് ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരികയാണ്. അപ്പോൾ ഇഷ്ടമുള്ള തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ നെയ്ച്ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ വേഗം തന്നെ ദോശ ചുടാൻ തുടങ്ങിയിട്ടോ, കാരണം മോൻ മദ്രസ ഇട്ട് വരുമ്പോഴത്തേ അവൾക്ക് ഭക്ഷണം കൊടുത്ത് കഴിയണം എന്ന് വിചാരിച്ചിട്ട് ദോശ ചുട്ടെടുക്കാൻ തുടങ്ങി. നല്ല നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഉഴുന്ന് ദോശ, നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് മിൽമൻ്റെ നെയ്യൊക്കെ പറ്റി കൊടുത്തു. അപ്പോൾ നമ്മുടെ ദോശ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചുട്ടെടുക്കുകയാണ്. ദോശ ചുട്ടെടുക്കുന്ന ടൈം കൊണ്ട് നമ്മുടെ ലഞ്ച് ഞാനിവിടെ റെഡിയാക്കുകയാണ് കേട്ടോ. ഞാൻ സ്നാക്സിനായിട്ട് 2 റോബസ്റ്റ് പഴം വെച്ചു, അതുപോലെ കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ നെയ്ച്ചോറും മുട്ട പൊരിച്ചൊക്കെ വെച്ച് അന്നത്തെ ലഞ്ച് പാക്ക് ചെയ്യാണ് കേട്ടോ. യൂട്യൂബിൽ ഓരോ ലഞ്ച് ബോക്സ് വീഡിയോ കാണുമ്പോൾ നല്ല രസമാണല്ലോ, പക്ഷേ അതുപോലത്തെ ഡിഫറെൻറ്റ് ടൈപ്പ് കറികളോ അതൊന്നും കൊടുത്താൽ ഇവിടെ ആരും കഴിക്കില്ല. അപ്പം പിന്നെ ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ തന്നെ നമുക്ക് ഇതാവുള്ളൂ. അപ്പം പിന്നെ മോളത് ഇതുപോലെ ഞാൻ കെട്ടിയിട്ടാണ് ലഞ്ച് ബോക്സ് ഒരു ക്ലോത്തിൽ കെട്ടിയിട്ടാണ് കൊടുത്തയക്കൽ, അതാകുമ്പോൾ തുറന്നാൽ മതിയല്ലോ. പിന്നെ അവളുടെ 2ആളുടെയും കിറ്റൊക്കെ റെഡിയാക്കിയതിന് ശേഷം പിന്നെ അവൾക്ക് ഫുഡ് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ അവളെ എണീച്ചപ്പാടെ തന്നെ കുളിപ്പിച്ചു കൊടുക്കും കേട്ടോ, കാരണം മുടിയൊക്കെ ഒന്ന് പെട്ടെന്ന് ഉണങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ സ്കൂളിലേക്ക് പോകുമ്പോഴത്തേക്ക് ഒന്ന് മുടി ഉണങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ എണീച്ച സമയത്ത് തന്നെ കുളിപ്പിച്ചു കൊടുക്കും. നല്ല തണുപ്പായതുകൊണ്ട് പാവം തോന്നും അത്ര നേരത്തെ കുളിക്കുമ്പോൾ. അപ്പം പിന്നെ അവളെ ഞാൻ സ്കൂളിലേക്ക് റെഡിയാക്കി. ഇപ്പം 2-3 ദിവസമായിട്ട് യൂണിഫോം ഇടാൻ തുടങ്ങി. അപ്പോൾ അവൾ നല്ല അടിപൊളി സുന്ദരിയായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും അവളെ മാറ്റി കഴിഞ്ഞപ്പോഴേക്കും മോന് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവനക്കുള്ള ദോശയൊക്കെ കൊടുത്തു. പിന്നെ 2ആളും റെഡി ആയതിനു ശേഷം സ്കൂളിലേക്ക് പോകാൻ ഇവിടെ ഓട്ടോ വരികയാണ് ചെയ്യുക. അതിന് പിന്നെ അവരെ പറഞ്ഞയച്ചു കേട്ടോ. ഇപ്പോൾ 8:45 അവരുടെ ഓട്ടോ വരിക കേട്ടോ.
സ്കൂൾ തുടങ്ങിയ പാടെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു സ്കൂളിലേക്ക് പോകാൻ. എന്നാൽ ഇപ്പോൾ അത്ര വലിയ സന്തോഷമൊന്നുമില്ല കേട്ടോ. ആ ഒരു ഓട്ടോയിലേക്ക് കയറുമ്പോൾ ചിലപ്പോൾ കഴിഞ്ഞ മുഖം സങ്കടപ്പെട്ടോ അല്ലെങ്കിൽ കരച്ചിലിൻ്റെ ഒരു വക്കിലൊക്കെ എത്തും. പിന്നെ അവർ പോയതിന് ശേഷമാണ് നമ്മൾ ചായ അടിച്ചത്. അതിനുശേഷം ചായ കുടിച്ച ആ ഒരു രാവിലത്തെ ഉള്ള പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു കേട്ടോ. ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ചിനായിട്ട് ചോറുണ്ടാക്കാൻ നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു ബിരിയാണി ഉണ്ടാക്കാമെന്ന് കേട്ടോ. കാരണം ബിരിയാണിക്ക് വേണ്ട ഏകദേശം സാധനങ്ങളൊക്കെ വീട്ടിലുണ്ട്. അപ്പോൾ നമ്മുടെ പെരുന്നാളിന് കിട്ടിയ ഇറച്ചിയാണ്. അപ്പോൾ ഇതും കൂടി ഇത് വെച്ചിട്ടൊരു ബീഫ് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മുഴുവനായിട്ട് എടുത്തിട്ടൊന്നുമില്ല കേട്ടോ. ആകെ നമ്മൾ 2-3 ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഒരു ബിരിയാണി സിമ്പിളായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അത് വെള്ളത്തിലിട്ട ടൈം കൊണ്ട് അടിച്ചു വാരി തുടയ്ക്കലും. ഇപ്പം നല്ല മഴയാണല്ലോ 3-4 ദിവസമായിട്ട്. അപ്പോൾ തുണി ഉണക്കാനുള്ളതൊക്കെ ഒരു റൂമിൽ ഇതുപോലെ അയൽ കെട്ടിയാണ്ട് അവിടെയാണ് കേട്ടോ ഇടൽ. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള ബീഫ് മുറിച്ചെടുത്തു. ബാക്കിയുള്ള ഫ്രിഡ്ജിൽ തന്നെ വെച്ചു കേട്ടോ. ഇനി ഈ ഒരു ബീഫിലേക്ക് കുറച്ച് മല്ലിയില, പുതിന ഇല, അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റ് നമ്മൾ മുഴുവനായിട്ട് ഇടില്ല. കുറച്ച് നമുക്കിനി ബിരിയാണീൻ്റെ മസാല ഉണ്ടാക്കുമ്പോൾ വേണം. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, നമ്മുടെ മല്ലിപ്പൊടി, ഗരം മസാല, ഉപ്പിട്ട് നന്നായിട്ട് തിരുമ്മി വെക്കുക കേട്ടോ. ഇതൊരു വേവുന്ന വരെ 2-3 വിസിൽ നമ്മൾ ഇറച്ചി വേവുന്ന ആ ഒരു ടൈമിൽ ഞാൻ അടുത്ത അടുപ്പിലായിട്ട് ഞാൻ ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിലും അതുപോലെ ഒരു മിൽമ നെയ്യും ഇട്ട് കൊടുക്കുന്നുണ്ട്, 1 സ്പൂണ്. എന്നിട്ട് നമ്മൾ ഉള്ളി പൊരിച്ചെടുക്കുക കേട്ടോ. ഈ ഉള്ളി പൊരിച്ച് കോരി മാറ്റിയതിന് ശേഷം അതിലേക്ക് കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ അണ്ടിപ്പരിപ്പൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ മുന്തിരി ഇട്ട് കൊടുത്താണ്ട് അത് പൊങ്ങി വരുമ്പോൾ തന്നെ കോരി മാറ്റുക, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അത് കോരി മാറ്റുന്നുണ്ട്. ഇനി ഞാനൊരു ബിരിയാണി വെക്കാനായിട്ട് മസാല തയ്യാറാക്കാനായിട്ടൊരു പോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നേരത്തെ ഉള്ളി പൊരിച്ച ആ ഓയിലിൽ നിന്ന് പകുതിയോളം ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഞാനൊരു 3 മീഡിയം സൈസ് ഉള്ളിയാണ് ഇട്ടെടുത്തത്. നല്ല ഓവർ വലുപ്പമൊന്നുമല്ല, ചെറിയതുമല്ല, എന്നിട്ട് മീഡിയം വലുപ്പത്തിലുള്ള ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഇങ്ങനെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി നന്നായിട്ട് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് നേരത്തെ അടിച്ച് വെച്ചതിൻ്റെ ബാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറി നന്നായിട്ട് ആ ഒരു പച്ചമണം മാറി വരുമ്പോൾ നമ്മളിതിലേക്ക് ഒരു 2 തക്കാളി, ഒരു വലിയ 2 തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഈ തക്കാളി ഇനി നന്നായിട്ട് വെന്ത് കിട്ടണം കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് അടച്ച് വെച്ചത് വേവിക്കുകയാണ്. ഈ ഒരു ടൈമിൽ നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കണം. കുക്കറിലേക്ക് ഓയിൽ ഒഴിക്കുന്നുണ്ട്. അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, അങ്ങനത്തെ ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഉള്ളി ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. ഉള്ളി ഇട്ട് കൊടുക്കാതെയാണ് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്. അതുപോലെ ഞാൻ ഒരു വലിയ ഗ്ലാസും അതിൻ്റെ ഒരു അര ഭാഗമാണ് അരി എടുക്കുന്നത്. അപ്പോൾ ആ അരി ആദ്യം ഇട്ട് ഇതിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള ഒരു 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് നമ്മുടെ നെയ്ച്ചോറ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചോറ് അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ തക്കാളിയൊക്കെ വെന്ത് നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തൈരും അതുപോലെ മല്ലിയിലയും പുതിനയും അരിഞ്ഞതും ഇട്ട് കൊടുക്കുക. അതുപോലെ നേരത്തെ നമ്മൾ വേവിച്ച് മാറ്റി വെച്ച ബീഫും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, അതുപോലെ കുറച്ച് ബിരിയാണി മസാല ഇട്ട് കൊടുക്കുക. പിന്നെ എന്താ പറയുക, ഇതിലേക്ക് ഞാൻ നേരത്തെ പൊരിച്ച് വെച്ച ഒരു ഉള്ളിയിൽ നിന്ന് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ഫ്ലേവർ തന്നെ നമുക്ക് ബിരിയാണിക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ അടിപൊളി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നെയ്ച്ചോറും റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഒരു ചോറ് ഞാനിവിടെ 2 ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം ഈ ചോറ് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ദമ്മിടുക, സാധാരണ നോർമലായിട്ട് ദമ്മിടുന്ന പോലെ തന്നെ ഇട്ട് കൊടുക്കുക. പിന്നെ ലാസ്റ്റ് അതിൻ്റെ മുകളിൽ നേരത്തെ പൊരിച്ച ഓയിലിൻ്റെ ബാക്കി ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഉള്ളി പൊരിച്ചതും നമ്മുടെ മുന്തിരി പൊരിച്ചതൊക്കെ മേലെ ഇട്ട് കൊടുത്ത് നമ്മൾ ദമ്മിട്ട് വെക്കുക കേട്ടോ. സിമ്മിലാക്കിയിട്ട് കുറച്ച് നേരം വെച്ച് കൊടുക്കുക. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ബിരിയാണി ആയിരുന്നു. അതിനുശേഷം ഞാൻ പിന്നെ കിച്ചണൊക്കെ പിന്നെയും വീണ്ടും ക്ലീൻ ആക്കിയതിന് ശേഷമാണ് കുളിക്കാനും നമ്മുടെ ഉച്ചക്ക് അപ്പോഴേക്കും ഒരു 12 മണി 12:30 ആയിരുന്നു കേട്ടോ. അപ്പോൾ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിസ്കരിച്ചു. പിന്നെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു. നല്ല സൂപ്പർ ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു കുഞ്ഞു വ്ളോഗ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഈ ഒരു കുഞ്ഞു ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബായ്. അസ്സലാമു അലൈക്കും.